ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ വീടുകളിലൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ടാവുമല്ലോ. അത് ഇടയ്ക്കിടെ ഇങ്ങനെ ചിലപ്പം കേടുവരാറുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ചെറിയ സാധനം സ്ക്രൂ ഡ്രൈവർ നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യൽ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതിൻ്റെ 2-3 ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഉള്ളവർക്കാണ് കൂടുതലായിട്ടും ഇത് ഉപകാരം ചെയ്യുക. മറ്റുള്ള വാഷിംഗ് മെഷീനും അതുപോലെ ചെയ്യാൻ സാധിക്കുമായിരിക്കും. നമ്മൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവും. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ആർക്കും, വീട്ടിലെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ആർക്കും അത് ചെയ്യാൻ സാധിക്കും. 2-3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലൈഫ് കൂടുതലായിട്ട് കിട്ടാൻ കൂടുതൽ ഉപകാരം ചെയ്യും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ്, നമ്മുടെ വാഷിങ്ങിൻ്റെ ടൈമർ ബട്ടൺ അത് നമ്മൾ തിരിച്ചു വെച്ച പൊസിഷനിൽ പിന്നെ ഓപ്പോസിറ്റ് ഒരിക്കലും റിവേഴ്സ് തിരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഷിങ്ങിൻ്റെ ഇങ്ങനെ ഒരു ക്ലിപ്പ് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ ഒരു ക്ലിപ്പ് അടർത്തി മാറ്റുക. അതിനുശേഷം അവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ കുറേ ചളി ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ചളിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഈ കറങ്ങുന്ന മോട്ടറിൻ്റെ മുകളിലുള്ള അത് എടുത്തു മാറ്റുക. അങ്ങനെ എടുത്തു മാറ്റിയാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരുപാട് ചളി കെട്ടിയുണ്ട്. ഞാനിപ്പം ഒരു 4 മാസം 6 മാസം അങ്ങനെയൊക്കെ 3 മാസത്തെ ഇടയിലായിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അല്ലാതെ കൂടുതലായിട്ട് ഇല്ല. ഇതുപോലെ തീരെ ക്ലീൻ ചെയ്യാത്തവരുടെ വാഷിംഗ് മെഷീനിൽ ചളി നന്നായി കെട്ടി നിൽക്കുന്നുണ്ടാവും. അതുപോലെ തുണിയുടെ നൂല്, മറ്റ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ ആ ഒരു ഇതിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ മോട്ടർ പ്രോപ്പറായി കറങ്ങുന്നതിൽ ബാധിക്കും. ഇങ്ങനെയാണ് കൂടുതലായിട്ടും ഈ വാഷിംഗ് മെഷീനുകളൊക്കെ കേടുവരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടുകളിൽ ഒരു 4 മാസം അതല്ലെങ്കിൽ 3 മാസം നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് ഇത് ആർക്കും ചെയ്യാൻ സാധിക്കും. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം ഈ കറങ്ങുന്ന ഇത് നമ്മുടെ ഒരു പഴയ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സോപ്പോ അതല്ലെങ്കിൽ ഷാമ്പോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ തുണിയുടെ നൂല്, അതേപോലെ തുണിയുടെ കഷ്ണങ്ങളൊക്കെ, ചെറിയ നൂലുകളൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അതൊക്കെ എടുത്ത് ഒഴിവാക്കുക. അതൊക്കെ മോട്ടറിൻ്റെ കറങ്ങുന്നതിനെ ബാധിക്കും. മോട്ടർ നല്ല പ്രോപ്പറായി കറങ്ങാൻ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇതിന് ശേഷം അത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത്